ഹേ ഗായ്സ്, ഇറ്റ്സ് മീ അശ്വതി ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മെൻറ്റർ ടേൽസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ന്യൂ ലിറ്ററേച്ചേഴ്സ് ഇൻ ഇംഗ്ലീഷിൽ തന്നെ നെക്സ്റ്റ് ഒരു പോമാണ് ഓസ്ട്രേലിയ ബൈ A.D. ഹോപ്പ്. സോ ഈ ഒരു പോമിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബിഫോർ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്, ആരെങ്കിലും നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഓക്കെ, സോ ഓസ്ട്രേലിയ എന്നുള്ള ഈ ഒരു പോമിൽ ഫസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ വിച്ച് ഈസ് ദ നേഷൻ റെഫേർഡ് ടു ഇൻ ദ ഫസ്റ്റ് ലൈൻ ഓഫ് ദ പോമാണ്. ഏതാണ്? ഓസ്ട്രേലിയയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ വേർഡ് ഹെർ ഇൻ ദ എക്സ്പ്രഷൻ ഡാർക്കൻ ഹെർ ഹിൽസ് ആൻഡ് കമൻറ്റ് അപ്പോൺ ദ പോയറ്റിക് ഡിവൈസ് യൂസ്ഡ്. സോ ഇവിടെ ഡാർക്കൻ ഹെർ ഹിൽസിൽ ഹെർ എന്ന് പറയുന്നത് ഓസ്ട്രേലിയനെയാണ്. അപ്പോൾ ഇതെന്താണ്? ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള പോയറ്റിക് ഡിവൈസ് എന്ന് പറയുന്നത് പേഴ്സോണിഫിക്കേഷൻ ആണ്. ഓക്കെ, ഒരു ഇനാനിമേറ്റ് ഒബ്ജക്റ്റിന് നമ്മളൊരു ഹ്യൂമൻ ലൈക്ക് ക്യാരക്ടർ കൊടുക്കുന്നതിനാണ് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുക. സോ ഹെർ എന്ന് പറയുന്നത് ഓസ്ട്രേലിയനെയാണ് ആൻഡ് ദ പോയറ്റിക് ഡിവൈസ് യൂസ്ഡ് ഇസ് പേഴ്സോണിഫിക്കേഷൻ. വൈ ഈസ് ഇറ്റ് സെഡ് ദാറ്റ് ദ കൺട്രി ഈസ് വിത്തൗട്ട് സോങ്സ്, ആർക്കിടെക്ചർ ആൻഡ് ഹിസ്റ്ററി? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഈ ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ബാരൻ ലാൻഡാണ്. അതായത് ഇംഗ്ലണ്ടിലത്തെ ക്രിമിനൽസിനെ എക്സൈൽ ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. ഓക്കെ, സോ അവിടെ എന്താണ് ഗവൺമെൻറ്റോ ബിൽഡിങ്സോ ലിറ്ററേച്ചറോ ഹിസ്റ്ററി ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഇതൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ അന്ന് അതൊരു ബാരൻ ലാൻഡായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ വിത്തൗട്ട് സോങ്, ആർക്കിടെക്ചർ ആൻഡ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. വാട്ട് ഡസ് ഹോപ്പ് മീൻ ബൈ 5 ടീമിങ് സോർസ്? 5 ടീമിങ് സോർസ് എന്ന് പറയുന്നത് എന്താണ്? സോർ എന്ന് പറഞ്ഞാൽ എന്താ? പുണ്ണ് എന്നൊക്കെയുള്ള മീനിങ് ആണ്, നമ്മുടെ ഒരു മുറിവ് എന്നൊക്കെയുള്ള മീനിങ് ആണ്. സോ 5 ടീമിങ് സോർസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഓസ്ട്രേലിയയിലുള്ള 5 ബിഗ് സിറ്റീസിനെയാണ്. ഈ 5 ബിഗ് സിറ്റീസ് ഏതൊക്കെയാണ്? മെൽബോൺ, സിഡ്നി, കാൻബറ, പെർത്ത്, അഡിലെയ്ഡ്. ഈ 5 സിറ്റീസിനെയാണ് 5 ടീമിങ് സോർസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മെൽബോൺ, സിഡ്നി, കാൻബറ, പെർത്ത് ആൻഡ് അഡിലെയ്ഡ്. നെക്സ്റ്റ്, വാട്ട് ഈസ് കോൾഡ് സിവിലൈസേഷൻ അക്കോർഡിംഗ് ടു ദ പോയറ്റ്? അക്കോർഡിംഗ് ടു ദ പോയറ്റ് സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആ കൺട്രിക്ക് എന്തുണ്ടാവണം? കൾച്ചർ ഉണ്ടായിരിക്കണം, ഹിസ്റ്ററി ഉണ്ടായിരിക്കണം, ആർക്കിടെക്ചർ ഉണ്ടായിരിക്കണം, ലിറ്ററേച്ചർ ഉണ്ടായിരിക്കണം, ഇൻ്റലക്ച്വൽസും ഉണ്ടായിരിക്കണം. ഇത്രയും ഉണ്ടെങ്കിലാണ് ആ ഒരു കൺട്രി സിവിലൈസ്ഡ് ആണ് നമ്മൾ പറയുക. അക്കോർഡിംഗ് ടു ദ പോയറ്റ്, സിവിലൈസേഷൻ മീൻസ് ദ കൺട്രി ഹാസ് കൾച്ചർ, ഹിസ്റ്ററി, ആർക്കിടെക്ചർ ആൻഡ് ലിറ്ററേച്ചർ ആൻഡ് ഇൻ്റലക്ച്വൽസ്. ഓക്കെ. Next, what does the poet mean by the expression the Arabian desert of the human mind? ദ അറേബ്യൻ ഡെസേർട്ട് ഓഫ് ദ ഹ്യൂമൻ മൈൻഡ് എന്നുള്ള എക്സ്പ്രഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് എന്താ പറയണതെന്ന് വെച്ചാൽ ഓസ്ട്രേലിയയിൽ അന്നത്തെ കാലത്തെ ആളുകൾ അവരുടെ മൈൻഡ് എന്താണ് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്തിട്ടില്ല. അവരുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ അറേബ്യൻ ഡെസേർട്ട്സ് ഒക്കെ മാറി ഭയങ്കര ബാരൻ ആയിരുന്നു, ഭയങ്കര ഇൻഫെർട്ടൈൽ ആയിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു ഇതുകൊണ്ട് പോയിട്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ദ പീപ്പിൾ ഇൻ ഓസ്ട്രേലിയ അറ്റ് ദാറ്റ് ടൈം ദേ വർ നോട്ട് യൂസിങ് ദെയർ മൈൻഡ്സ് പ്രൊഡക്റ്റീവ്ലി. ദെയർ മൈൻഡ് വാസ് ആസ് ബാരൻ ആൻഡ് ഇൻഫെർട്ടൈൽ ആസ് ദ ലൈക്ക് ദ അറേബ്യൻ ഡെസേർട്ട്സ്. അപ്പോൾ അതാണ് ദ അറേബ്യൻ ഡെസേർട്ട് ഓഫ് ദ ഹ്യൂമൻ മൈൻഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്ട് ഈസ് ഇംപ്ലൈഡ് ബൈ ദ ഫ്രേസ് സെക്കൻഡ് ഹാൻഡ് യൂറോപ്യൻസ്? സെക്കൻഡ് ഹാൻഡ് യൂറോപ്യൻസ് എന്ന് പറയാൻ കാരണം എന്താ? അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ട് അവരുടെ ക്രിമിനൽസിനൊക്കെ എക്സൈലിൽ വിട്ടിരുന്ന സ്ഥലമാണ്. ഓക്കെ, സോ അങ്ങനെ പല ക്രിമിനൽസിൻ്റെയും നെക്സ്റ്റ് ജനറേഷനാണ് പിന്നീട് ഓസ്ട്രേലിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഓസ്ട്രേലിയൻസ് എന്ന് പറഞ്ഞാൽ പ്രൊജനി ഓഫ് ദിസ് ക്രിമിനൽസ് ആണ്. സോ അതുകൊണ്ട് തന്നെ അവരെന്താണ് ഫസ്റ്റ് ഹാൻഡ് യൂറോപ്യൻസ് അല്ല, അവർ സെക്കൻഡ് ഹാൻഡ് യൂറോപ്യൻസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് മെൻ ബൈ ദ ചാറ്റർ ഓഫ് കൾച്ചേർഡ് എയ്പ്സ്? അതായത് ഓസ്ട്രേലിയൻസിനെ എയ്പ്സ് ആയിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. ആൻഡ് അവരുടെ ആ ഒരു സിവിലൈസേഷനെ ഒരു കലപിലയായിട്ടാണ് അവർ പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ്? കാരണം അവിടെ പല ആളുകളും സെറ്റിലേഴ്സ് പല സ്ഥലത്തു നിന്നും വരുന്ന ആളുകളാണ്. അവർ പല ലാംഗ്വേജസ് ആണ് സംസാരിക്കുന്നത്. സോ അതൊക്കെ ആകെപ്പാടൊരു ബഹളമാണ് അവിടെ. സോ അതുകൊണ്ടാണ് ചാറ്റർ ഓഫ് ദ എയ്പ്സ് എന്ന് അതിനെ പറയുന്നത്. വൈ ഡസ് ദ പോയറ്റ് സേ ദേ കോൾ ഹെർ എ യങ് കൺട്രി ബട്ട് ദേ ലൈ? അതായത് ഓസ്ട്രേലിയനെ ഒരു യങ് കൺട്രി ആയിട്ടാണ് എല്ലാവരും പറയുന്നത്, പക്ഷെ അത് നോണയാണെന്ന് എന്തുകൊണ്ടാണ് പോയറ്റ് പറയുന്നത്? കാരണം ഓസ്ട്രേലിയ ഒരു ന്യൂ കൺട്രി അല്ല. പണ്ട് തൊട്ടിട്ടേ അവിടെ ഓസ്ട്രേലിയ ഉണ്ട്. സെറ്റിലേഴ്സ് വരുന്നതിന് മുന്നേ തന്നെ ഓസ്ട്രേലിയയിൽ എന്താണ് അബോറിജിനൽ പീപ്പിൾ ഉണ്ട്, അവരുടെ ആളുകളുണ്ടായിരുന്നു. ഓക്കെ, അവിടെ സെഞ്ച്വറീസ് ആയിട്ട് താമസിക്കുന്ന അബോറിജിനൽ പീപ്പിൾ ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്നു. സോ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു യങ് കൺട്രി അല്ല, ഒരു ഓൾഡ് ആയിട്ടുള്ള ഒരു കൺട്രി തന്നെയാണെന്നാണ് പോയറ്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിൽ വരുന്നത്.
നെക്സ്റ്റ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ, വൈ ഡസ് ഹോപ്പ് റെഫർ ടു ഓസ്ട്രേലിയ ആസ് ബോത്ത് ഓൾഡ് ആൻഡ് ന്യൂ? അതായത് ഓൾഡ് ആൻഡ് ന്യൂ, ഹോപ്പ് ഓസ്ട്രേലിയനെ ഓൾഡ് ആയിട്ടും പറയുന്നുണ്ട് ന്യൂ ആയിട്ടും പറയുന്നുണ്ട്. കാരണം എന്താ, അതായത് ജോഗ്രഫിക്കലി നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഓസ്ട്രേലിയ ഒരു ഓൾഡ് കൺട്രിയാണ്. അതായത് പണ്ട് തൊട്ടിട്ട് അവിടെ അബോർജിനൽസ് ഒക്കെ ഉള്ള ഒരു കൺട്രിയാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. പക്ഷെ പൊളിറ്റിക്കലി നോക്കുമ്പോൾ എന്താണ്, ഓസ്ട്രേലിയ ഒരു ന്യൂ കൺട്രിയാണ്. കാരണം പണ്ട് അവിടെ ഗവൺമെൻറ്റോ ആർക്കിടെക്ചറോ ലിറ്ററേച്ചറോ ഹിസ്റ്ററിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് അവിടെ അതൊക്കെ വരാൻ തുടങ്ങിയത്. ഓക്കെ, സോ നമുക്ക് പറയാം പൊളിറ്റിക്കലി ന്യൂ ആണ്, പക്ഷേ ജിയോളജിക്കലി എന്താണ്, ഓൾഡ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെന്ത് പറയുന്നത്, ഒരു ഓൾഡ് ആൻഡ് ന്യൂ ആയിട്ട് പോയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റെലവൻസ് ഓഫ് സ്പിങ്സ് ഇമേജറി ഇൻ ഹോപ്സ് പോം. അപ്പോൾ ആദ്യം എന്താ സ്പിങ്സ് എന്താണെന്ന് അറിയണം. സ്പിങ്സ് എന്ന് പറയുന്നത് ഗ്രീക്ക് മിത്തോളജിയിലുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതിനെന്താണെന്ന് വെച്ചാൽ ഒരു വുമൻ്റെ ഹെഡായിരിക്കും, ലയൻ്റെ ബോഡി ആയിരിക്കും, ആൻഡ് ഒരു ബേർഡിൻ്റെ വിങ്സും ഉണ്ടായിരിക്കും. അതാണ് ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഭയങ്കര ഒരു മേഴ്സിലെസ് ആയിട്ട് ക്രൂവലായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് സ്പിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പിങ്സ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു റിഡിൽ ചോദിക്കും. അപ്പോൾ അതിൻ്റെ ഉത്തരം പറയാത്തവരെ സ്പിങ്സ് ഡിവർ ചെയ്യും. ഓക്കെ, അവരെ കൊല്ലും. സോ ആ റിഡിൽ എന്താണെന്ന് വെച്ചാൽ രാവിലെ 4 കാലിലും ഉച്ചയ്ക്ക് 2 കാലിലും വൈകുന്നേരം 3 കാലിലും നടക്കുന്ന ക്രീച്ചർ എന്താണെന്നാണ് ആ റിഡിൽ. അപ്പോൾ അത് പറയാത്തവരൊക്കെ ഈ സ്പിങ്സ് എന്ത് ചെയ്യും, കൊല്ലും. അപ്പോൾ തീപ്സ് എന്നുള്ള സ്ഥലത്താണ് സ്പിങ്സ് ഉള്ളത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈഡിപ്പസ് തീപ്സിലേക്ക് വരും. സോ ഈഡിപ്പസ് ഈ ഒരു റിഡിലിൻ്റെ ആൻസർ പറയും, മാനാണ് ആ ഒരു ക്രീച്ചർ എന്ന് പറയും. അപ്പോൾ ഈ സ്പിങ്സ് എന്ത് ചെയ്യും, പോയിട്ട് ഒരു മൗണ്ടൻ്റെ മുകളിൽ നിന്ന് ജമ്പ് ചെയ്തിട്ട് മരിക്കുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദറ്റ് സ്റ്റോറി ഓഫ് സ്പിങ്സ്. സോ അങ്ങനെ ഈഡിപ്പസിനെ അവിടുത്തെ രാജാവാക്കി മാറ്റും. അതാണ് ആ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതേമാതിരി തന്നെ ഓസ്ട്രേലിയ എന്താണ്, ഓസ്ട്രേലിയൻസ് അവിടെ അവരുടെ ലൈഫ് ബിൽഡ് ചെയ്യാൻ കഷ്ടപ്പെടുമ്പോൾ അവരെ ഭയങ്കരമായിട്ട് കൊല്ലുകയും അതുമാതിരി തന്നെ അവരെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുകയും ചെയ്തിട്ട് ഒരു സ്പിങ്സ് ആയിട്ടാണ് ഈ ഓസ്ട്രേലിയൻസ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ഒരു റെലവൻസ് ഓഫ് സ്പിങ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇമേജസ് ഓഫ് ബാരൻനെസ് ഇൻ ദ പോം ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിൽ വരുന്ന ഇമേജസ് ഓഫ് ബാരൻനെസ് എന്തൊക്കെയാണ്? ആദ്യം തന്നെ പറയുന്നത് നേഷൻ ഓഫ് ട്രീസ്, ഡ്രാബ് ഗ്രീൻ ആണ്, ഡീസൊലേറ്റ് ഗ്രേ ആണ്, ഹിൽസൊക്കെ ഭയങ്കര ഡാർക്കൻഡ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. സോ ഒരു ബ്ലീക്ക്, ഒരു കളർലെസ് നേഷൻ ആയിട്ടാണ്, എല്ലാതും ഭയങ്കര ഡള്ളായിട്ടും അതുമാതിരി തന്നെ കളറില്ലാതെയുമായിട്ടാണ് ഇവിടെ ഓസ്ട്രേലിയനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. സോ ഒരു യൂണിഫോം ഓഫ് മോഡേൺ വാർസ്, അതായത് വാർസിൽ സോൾജേഴ്സിൻ്റെ ഒക്കെ ഒരു ഗ്രേ യൂണിഫോം മാതിരിയാണെന്ന് പറയുന്നുണ്ട്. അതുമാതിരി തന്നെ സ്പിങ്സിൻ്റെ ഒരു ഇതിവിടെ പറയുന്നുണ്ട്. പിന്നെ അവിടെ സോങ് ഇല്ല, ആർക്കിടെക്ചർ ഇല്ല, ഹിസ്റ്ററി ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. സോ അവരുടെ റിവർ എന്ന് പറഞ്ഞാൽ എന്താ, ഫുൾ ഓഫ് സ്റ്റുപ്പിഡിറ്റി ആണെന്നും പറയുന്നുണ്ട്, ഒന്നിനും നറിഷ് ചെയ്യാനില്ല എന്ന് പറയുന്നുണ്ട്. സോ ഇതൊക്കെ ഇമേജ് ഓഫ് ബാരൻനെസ് ആണ് ഓസ്ട്രേലിയ എന്നുള്ള പോമിൽ വരുന്നത്. നെക്സ്റ്റ്, കമൻറ്റ് ഓൺ ദ നരേറ്റീവ് സ്റ്റൈൽ ഓഫ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ എന്നുള്ള ഈ ഒരു പോമിൻ്റെ നരേറ്റീവ് സ്റ്റൈൽ എന്താണ്, ഭയങ്കര ക്രിട്ടിക്കലായിട്ടാണ് പറയുന്നത്. അതായത് ഓസ്ട്രേലിയ എന്നുള്ള ഒരു ലാൻഡിനെ ഭയങ്കര ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിക്കാണ് ഈ ഒരു പോം വരുന്നത്, അല്ലേ? സോ ഒരു ഇൻഡിവിജ്വലിസം അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് ഒന്നും ഈ ഒരു പോമിൽ നമ്മൾ കാണിക്കുന്നില്ല. ഓതർ എന്താ ചെയ്യുന്നത്, ഓതർ ഇസ് ആക്ച്വലി ക്രിട്ടിസൈസിങ് ഓസ്ട്രേലിയൻ്റെ ഫിസിക്കൽ ആട്രിബ്യൂട്ട്സ് ആണെങ്കിലും ലാൻഡ്സ്കേപ്പ് ആണെങ്കിലും എല്ലാത്തിനും ക്രിട്ടിസൈസ് ചെയ്യുക. ഭയങ്കര ഒരു ഡള്ളായിട്ടുള്ളൊരു കൺട്രി ആയിട്ടാണ് ഓസ്ട്രേലിയനെ പറയുന്നത്. സോ ദ പോം റിഫ്ലെക്ട്സ് ദ ആബ്സെൻസ് ഓഫ് ഇൻഡിവിജ്വലിസം ആൻഡ് സ്പിരിച്വൽ ഗ്രോത്ത്. ഓക്കെ, സോ പോയിറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് സ്ട്രെസ് ചെയ്യാൻ വേണ്ടിയിട്ട് പേഴ്സോണിഫിക്കേഷനും ഹൈപ്പർബോളയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര സിമ്പിൾ ആൻഡ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ലാംഗ്വേജാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ സെറ്റയർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നരേറ്റീവ് സ്റ്റൈലിൽ വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസിൽ വരുന്നത്. ഇനി ഇതിൽ എസ്സേ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തത്, വാട്ട് ഈസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പോയറ്റ് ടുവേർഡ്സ് ഹിസ് കൺട്രി ഇൻ ഓസ്ട്രേലിയയാണ്. എന്താ, ഹൈലി ക്രിട്ടിക്കൽ ഓഫ് ദ കൺട്രിയാണ്. അതായത് ഓസ്ട്രേലിയനെ ഒരു നേഷൻ ഓഫ് ഭയങ്കര ഡീസൊലേറ്റ് ഗ്രേ, അതായത് ഒരു ഹിൽസൊക്കെ ഡാർക്കനായിട്ട് ഭയങ്കര ഡള്ളായിട്ടുള്ളൊരു കൺട്രി ആയിട്ടാണ് പോയറ്റ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു മോഡേൺ വാർസത്തൊക്കെ ഒരു ഫീൽഡ് യൂണിഫോമിൻ്റെ മാതിരിയാണ് ഓസ്ട്രേലിയൻസിനെ കാണുമ്പോൾ എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതുമാതിരി സ്പിങ്സിൻ്റെ കാറ്റഗറി, ആ ഒരു സ്പിങ്സിൻ്റെ റെലവൻസ് പറയുന്നുണ്ട്. ദെൻ വി ക്യാൻ സേ ദാറ്റ് ദ കൺട്രീസ് വിത്തൗട്ട് സോങ്, ആർക്കിടെക്ചർ ആൻഡ് ഹിസ്റ്ററി അതൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇമോഷൻസ് ഇല്ലാത്ത കൺട്രിയാണ്, സൂപ്പർസ്റ്റിഷൻസ് ഇല്ലാത്ത കൺട്രിയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ റിവർ എന്ന് പറഞ്ഞാൽ എന്താ, റിവർ ഈസ് ഫുൾ ഓഫ് സ്റ്റുപ്പിഡിറ്റി എന്ന് പറയുന്നുണ്ട്. സോ ഭയങ്കര ബാരൻ ആൻഡ് ഇൻഫെർട്ടൈലാണ്. അത് ഓസ്ട്രേലിയൻസിൻ്റെ മൈൻഡ് ആണെങ്കിലും അങ്ങനെയാണ്, ഓസ്ട്രേലിയ എന്നുള്ള കൺട്രി ആണെങ്കിലും അങ്ങനെയാണെന്നാണ് ഹോപ്പ് പറയുന്നത്. ഓക്കെ, സോ ഓസ്ട്രേലിയൻസിനെ പിന്നെ എന്താണ് എയ്പ്സ് ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. അവരുടെ ചാറ്റർ, അവരുടെ കൾച്ചർ എന്ന് പറയുന്നത് ചാറ്റർ ഓഫ് ദ എയ്പ്സ് മാതിരിയാണെന്നൊക്കെ പറയുന്നുണ്ട്. സോ ഇങ്ങനെ എല്ലാ രീതിക്കും ഓസ്ട്രേലിയനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പോയിറ്റിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി വേരിയസ് പോയറ്റിക് ഡിവൈസസ് യൂസ്ഡ് ബൈ എ ഡി ഹോപ്പ് ഇൻ ഓസ്ട്രേലിയ എന്തൊക്കെയാണ് നമുക്ക് പറയാം. പേഴ്സോണിഫിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? പേഴ്സോണിഫിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്, സെറ്റയർ യൂസ് ചെയ്യുന്നുണ്ട്, ഹൈപ്പർബോലെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ അങ്ങനെ പല ഒരുപാട് പോയറ്റിക് ഡിവൈസസ് ഇതിൽ നമുക്ക് യൂസ് ചെയ്യുന്നതായിട്ട് കാണാം. സിമിലീസ് ഉണ്ട്, അതുമാതിരി മെറ്റഫേഴ്സ് ഉണ്ട്. ഓക്കെ, സോ അങ്ങനെ ഉള്ളൊരു പോമാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇൻ ദിസ് പോം. ഓക്കെ, സോ അടുത്തൊരു പോമായിട്ട് നമുക്ക് വൈകാതെ തന്നെ വരാം. അതുവരെ എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുക. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്.